മാന്നാറിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കീരിക്കാട് സ്വദേശി അഖിലാണ് മാന്നാർ പോലീസിന്റെ പിടിയിലായത്. കൊല്ലം ചക്കുവള്ളിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ അപകടം. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ബസ്സും ജീവനക്കാരും പോലീസ് കസ്റ്റഡിയിൽ. മലപ്പുറം തൃപ്പങ്ങോട് തെങ്ങ് മുറിക്കുന്നതിനിടെ കട്ടർ കഴുത്തിൽ വീണ യുവാവ് മരിച്ചു. മരിച്ചത് തൃപ്പങ്ങോട് സ്വദേശി നിയാസ്. മലപ്പുറം പെരുമ്പടപ്പിൽ വൻ ലഹരിവേട്ട. പെരുമ്പടപ്പ് പോലീസ് നടത്തിയ പരിശോധനയിൽ 20,000-ഓളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പാലപ്പെട്ടി സ്വദേശി അമീർ അറസ്റ്റിൽ. തിരുവനന്തപുരം മാറ്റിങ്ങലിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബസ് അടിച്ചു തകർത്തു. ഡിവൈഎഫ്ഐ മുൻ മേഖലാ പ്രസിഡന്റ് ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് തകർത്തത്. ആക്രമണത്തിന് പിന്നിൽ ബിജെപി പ്രവർത്തകരെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണത്തിനായി വിളംബര ജാഥയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ച് ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഫ്ലാഷ് മോബിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ എസ് കുമാരി നിർവഹിച്ചു. കണ്ണൂരിൽ ഈസ്റ്റ് മൊകേരി EMS വായനശാലയുടെ 20ാം വാർഷികം സംഘടിപ്പിച്ചു. സഫാരി ഗ്രൂപ്പ് MD കെ സൈനുൽ ആബിദീൻ മുഖ്യാതിഥിയായി. സിനിമാ താരം ഗായത്രി വർഷ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂരിൽ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പാനൂർ മേഖല ജൂനിയർ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാനൂർ വെസ്റ്റ് UP സ്കൂളിൽ നടന്ന ടൂർണമെന്റ് ഇൻസ്പെക്ടർ K സുധീർ ഉദ്ഘാടനം ചെയ്തു.